ജർമ്മൻ A2 ഹൊർസ് ബുക്ക്. ജർമ്മൻ A2 ഹൊർസ് ബുക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഫസ്റ്റ് ചാപ്റ്റർ und was magst du എന്ന് പറയുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് നൗ എന്നുള്ള അർത്ഥമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് സിഗ് വോർസ്റ്റലൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഊബർ വെർഹാങ്കൻസ് ബെറിക്റ്റൻ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനും സിഗ് വെർബ്രിഡൻ ടു മേക്ക് എ പ്ലാൻ ടു മീറ്റ് സം വൺ ഇറ്റ് വാസ് ബിഗ്രുണ്ടൻ ടു ജസ്റ്റിഫൈ കുറച്ചും കൂടി ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സംസാരിക്കാം A1 കാട്ടിലും എന്നുള്ള സെൻറ്റൻസ് മേക്കിംഗ് ഇൻഫർമേഷൻ ഓഫ് ഐനർ ഹോം പേജ് വെസ്റ്റലൻ. പിന്നെ എന്താണ് ഈ ഹോം പേജിൽ കൊടുത്തിരിക്കുന്ന ഈ പിക്ചേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്. അതിന് റെസ്റ്റോറൻറ്റ് വേസ്റ്റലൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എങ്ങനെ സംസാരിക്കണം. വാട്ടർ മിറ്റ് അലൻ സിൻ ആൻഡ് ലേണൻ ടേസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. und was magst du എന്ന് പറയുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് നൗ. ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് പാരഗ്രാഫ് meine Eltern sind schon Rentner and leben auf dem Land. പാരൻസ് എൻ്റെ പേരൻസ് പെൻഷനായവരാണ്. അങ്ങനെ ഒരു ലാൻഡിൽ താമസിക്കുന്നു. ich habe einen Bruder und eine Schwester. എനിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററുണ്ട്. mein Bruder ist geschieden. എൻ്റെ ബ്രദറും ഡിവോഴ്സ്ഡ് ആണ്. und hat അവന് ഒരു ഡോട്ടർ ഉണ്ട്. ഷീസ് ടോട്ടൽ ഷ്യൂസ് ഭയങ്കര സ്വീറ്റാണ്. meine Schwester hat no keine Kinder. ഷൊസ്റ്ററിന് പിള്ളേരില്ല. ich auch nicht aber in ein paar Jahren möchte ich gern Kinder haben. അവരിങ്ങനെ ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ബെന്നാണ് പറയുന്നത്. അടുത്ത് മേരി nach der Schule habe ich eine Ausbildung gemacht und jetzt arbeite ich als Bankkauffrau. Ich habe nette Kollegen und meine Arbeit macht mir Spaß, aber vielleicht studiere ich auch noch an der Uni mal sehen. After school I have eine Ausbildung ചെയ്തായിരുന്നു gemacht und jetzt arbeite in ഞാനിപ്പോൾ ഒരു ബാങ്കിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ്. ഈ ഷാബിൻ നെറ്റ് എനിക്ക് അവിടെ നൈസ് കൊളീഗ് നെറ്റ് കൊളീഗ് എന്ന് പറഞ്ഞാൽ നൈസ് കൊളീഗ്സ് ഉണ്ട്. പിന്നെ und എന്ന് പറയുക ആൻഡ് മൈനെ അർബൈറ്റ് മാർക്ട് മിയർ സ്പാസ് എനിക്ക് എൻ്റെ വർക്കിന് ഭയങ്കര ഇഷ്ടമാണ്. ആബർ വിലേജ് സ്റ്റുഡിയറെ നോക്ക് ഇൻ്റർ യൂണിവേഴ്സിറ്റി. മേ ബി വിലേജ് എന്ന് പറയുമ്പോൾ മേ ബി ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാൽസേയൻ വി വിൽ സി. നമുക്ക് അടുത്ത ഇതും കൂടി നോക്കാം. ടോട്ടലി 5 പാരഗ്രാഫ്സാണ് ഉള്ളത്. 2 വായിച്ചു. ഇനി അടുത്തത് വായിക്കാം. സി മാറ്റിയോ ആണ് പറയുന്നത്. മൈനെ മുട്ടർ കോംടസ് ഓസ്ട്രിസ് und meine Vater ist in Italien geboren. എൻ്റെ അമ്മ ഓസ്ട്രീസിലുള്ളതാണ്. എൻ്റെ ഫാദർ ഇറ്റാലിയിലാണ് ജനിച്ചത്. ich habe also 2 Muttersprachen. I have 2 mother language. എനിക്ക് 2 മാതൃഭാഷയുണ്ട്. und spreche Italienisch und Deutsch fluent. ഞാൻ ഇറ്റാലിയനിഷും ഡോയിഷും ജർമ്മനും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. ich habe auch English und Französisch gelernt. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും ഫ്രാൻസോസിഷും പഠിച്ചിട്ടുണ്ട്. aber Französisch spreche ich nur ein bisschen. ഫ്രാൻസോസിഷ് എനിക്ക് ചെറുതായിട്ട് ein bisschen എന്ന് പറയും, ചെറുതായിട്ട് സംസാരിക്കും. ഇതിൻ്റെ ഫുള്ളായിട്ട് പറയണമെങ്കിൽ എൻ്റെ അമ്മ ഓസ്ട്രീഷിലാണ്, എൻ്റെ ഫാദർ ഇറ്റാലിയനിഷാണ്. എനിക്ക് 2 മദർ ടങ് ഉണ്ട്. ഞാൻ ഇറ്റാലിയനിഷും ഡോയിഷും ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. ഇംഗ്ലീഷും ഫ്രാൻസോസിഷും പഠിച്ചിട്ടുണ്ട്. ബട്ട് ഫ്രാൻസോസിഷ് ഞാൻ ചെറുതായിട്ട് സംസാരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് യോണാസ്. നമ്മൾ ഡോയിഷിൽ ജെ എന്നുള്ളത് യോ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ യോണാസ് എന്നാണ് വായിക്കേണ്ടത്. ich komme aus Basel und lebe it's in Zurich. ഞാൻ ജുറീഷിലാണ്. meine Freunde und ein haben ein Apartment. ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സിറ്റി സെൻറ്ററിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ താമസിക്കുന്നുണ്ട്. wir haben zusammen renoviert.
ഞാനവിടെ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സുസാമൻ ടുഗെദർ നമ്മൾ കുറച്ച് റിനോവേറ്റീവ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യും. Es ist klein, aber schon und gefällt das Leben in der Stadt, aber manchmal ist നല്ലതാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഐംബിഷൻ ലോയിറ്റ് ഉണ്ട്, ഭയങ്കര ലൗഡും സ്ട്രെസ്സും ആയിരിക്കും. അതാണ് പറയുന്നത്. ഞാൻ സിറ്റിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവിടെ നല്ല റിനോവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചില സമയങ്ങളിൽ മൺഷ്മാൾ ഐംബിഷൻ കുറച്ച് ഭയങ്കര ലൗഡും സ്ട്രെസ്സൊക്കെ ആയിരിക്കും. ഈ ചാപ്റ്റർ തേമ യൂലിയ എന്ന് പറയുന്നത് ഇഷ്ടഫെ ഗേൺ മൈനെ ഫ്രോയിൻഡൻ ഉണ്ട് ഫ്രോയിൻഡെ ഡൻ കുഹൻ വിയർ സുസാമൻ ഓർഡർ ഗെയൻ ഇൻസ് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടുഗെദറായിട്ട് നമ്മൾ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും. ഇഷ്മാഹെ ഓഫ് ഗാൻ സ്പോർട്ട് ഇഷ്പീലി ബാസ്കറ്റ് ബോൾ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈഡൊക്കെ നമ്മൾ പോകും. പിന്നെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാറുണ്ട്. മൈനെ എൽറ്റൺ ഹാബ് എ 9 ഫോർഡ്. എൻ്റെ പാരൻസിന് ഒരു ഹോഴ്സുണ്ട്. വീക്കെൻഡ്സ് വക്കണൻ്റെയിൽ ഓഫ് ഡം സോഫ ലീഗൻ. പിന്നെന്തുവാ, ഞാൻ വീക്കെൻഡ്സിൽ സോഫയിൽ കിടക്കും. പിന്നെ ബുക്ക് വായിക്കും, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഡസ്റ്റ്ബിൻ്റെ ഈസ് ഓക്ടോൾ, അതിന് നല്ലതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 5 പാരവും വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഐൻ എന്ന് പറയുമ്പോൾ വാസ് മാഗൻ ദി പേഴ്സൺ ഓൺ ഓഫ് ദൻ ഫോട്ടോസ് വോ സിൻഡ് സി സ്പ്രഗൻസി സു സ്വൈറ്റ്. അപ്പോൾ ഇതിൽ ഈ പാരാസിൽ ആൾക്കാർ ഫോട്ടോസിൽ എന്താ അവർ ചെയ്യുന്നതും പിന്നെ അവർ ഏത് ലാംഗ്വേജാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളത് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കേണ്ടതാണ്. നെക്സ്റ്റ് ലേസൺ സി ദി ടെക്സ്റ്റ് പെർസ്പെക്റ്റ് ഊബർ വെൽഷസ് തേമ ഓർഡിനൻസി സു. അപ്പോൾ ഇതിൽ നമുക്കൊരു 5 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്സിന് കുറിച്ച് ഏതൊക്കെ പാരഗ്രാഫിലാണ് സംസാരിക്കണമെന്ന് നോക്കണം. അപ്പോൾ സ്പ്രഗൻ എന്ന് പറയുമ്പോൾ ഞാൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. അത് സി പാരഗ്രാഫിലാണ് വരുന്നത്. ഇതിലാണ് കുറേ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പ്രഗൻ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുന്നത് കണ്ടോ, ഓസ്ട്രിഷ് ഉണ്ട്, ഇറ്റാലിയനിഷ് ഉണ്ട്, ഡോയിഷ്, ഫ്രാൻസോസിഷ്. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് സി പാരയാണ്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ബെറൂഫിനെ കുറിച്ച് പറയുന്നത് ബേ പാരയാണ്. രണ്ടോണം അഗ്ഡർഷൂളെ ഹാബെ ഇഷൈനെ ഓസ് ബിൽഡിംഗ് ഗമാക്ട് ഉണ്ടറ്റ് സർബൈറ്റ് ഇഷ് ആൽസ്. അടുത്ത് ഞാൻ ബാങ്ക് ക്ലർക്കായിരുന്നു, ഞാൻ പിന്നെ പഠിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത് ഫാമിലിയെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് പാരയിലാണ്. എനിക്കൊരു ബ്രദർ സിസ്റ്റർ ഉണ്ട്. ബ്രദർ ഡിവോഴ്സ്ഡ് ആണ്, സിസ്റ്റർ പിള്ളേരില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയുന്നത് ആ പാരഗ്രാഫാണ്. ഫ്രൈസൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പാരഗ്രാഫ് നമ്മൾ കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യും, പിന്നെ എൻ്റെ പാരൻസിന് ഒരു ഹോഴ്സുണ്ട്, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് കുക്ക് ചെയ്യാറുണ്ട്, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാറുണ്ട്. വീക്കെൻഡ്സിൽ ഞാൻ സോഫയിൽ കിടന്ന് ബുക്കൊക്കെ വായിക്കും, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഫ്രീ ടൈം അത് ഫ്രൈസൈറ്റിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഓണൻ താമസിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫാണ് ഈ ഡേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ സിറ്റിയിലാണ് താമസിക്കുന്നത്, അവിടെ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിരിക്കും. സിറ്റിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പ്രഗൻ സെയിം, ബെറൂഫ് ബേ, ഫാമിലിയെ ആ, ഫ്രൈസൈറ്റ് ഈ, വോണൻ ഡേ എന്നുള്ളതാണ്. അടുത്ത് സി ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാംലൻ സി സൂഡൻ തേമൻ ഇൻ ഐൻബേ വാർട്ടർ ഓസ്ഡൻ ടെക്സ്റ്റൻ എർഹൻസൻ സി സു ഇഡം തേമ ത്രൈ വൈറ്ററി വാട്ടർ. ഇപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഒരു റൗണ്ടിൽ സ്പ്രഗൻ എന്ന ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രഗനെ കുറിച്ച് നമ്മളൊരു 5 പോയിൻ്റ് അതിൻ്റെ ചുറ്റിൽ എഴുതണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ ഞാനാണെങ്കിൽ പേജ് വൈസ് വൊക്കാബ്, ഇപ്പോൾ നമ്മളൊരു പേജ് വായിക്കുവാണ്, അപ്പോൾ നമുക്ക് ആ പേജ് വൈസിലുള്ള വൊക്കാബ് ഞാൻ പറയാം. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയും. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് പോകണം. ഒരു ചെറിയ നോട്ട് എടുത്തിട്ട് പേജ് വൈസ് വൊക്കാബ് എന്ന് എഴുതിയാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പ്രഗൻ എന്ന് പറയുമ്പോൾ ബെറൂഫ്, മുട്ടർ സ്പ്രാഗെ, ഫ്ലൂവൻറ്റ്, ഫ്ലൈസൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൂവൻറ്റ്, ഇറ്റാലിയൻ, ഓസ്ട്രിഷ്, ലാനൻ. ഇത് രണ്ടും ലാംഗ്വേജാണ്. പിന്നെ ലേണൻ, നമ്മൾ സ്പ്രഗൻ ലാംഗ്വേജ് ലേൺ ചെയ്യും, പിന്നെ ബെറൂഫിൽ യൂസ് ചെയ്യും, മുട്ടസ് മദർ ടങ്ക് സംസാരിക്കും ഫ്ലൂവൻ്റ് ആയിട്ട്. അങ്ങനെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് പോയിൻറ്റ്സ് എഴുതണം. നമ്മളതുപോലെ ഈ തേമയിലിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട
ടോപ്പിക് എടുത്ത് നമുക്ക് എഴുതണം. ഇതുണ്ടോ ഫാമിലിയെ, ഇപ്പോൾ ഫാമിലിയെക്കുറിച്ച് എന്താ, അതിൽ ഷൊസ്റ്ററുണ്ട്, എൽട്രൺ, ഡോട്ടർ, ഗഷനൻ, ഡിവോഴ്സ്ഡ്. ഇപ്പോൾ ഇതൊക്കെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ്. അടുത്ത് ബെറൂഫിനെ കുറിച്ച് പറയണമെങ്കിൽ റെൻഡർ, പെൻഷനർ, ഹൗസ് ബിൽഡിംഗ്, എഡ്യൂക്കേഷൻ, ബാങ്ക് കൗഫ്രൗ, ബാങ്ക് ക്ലർക്ക്, സ്റ്റുഡൻറ്റ്. ഫ്രൈസൈറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ റിനോവിയറ്റ്, ഫ്രോയിൻഡ്, ട്രിഫൻ, സുസാമൺ, കുഹൻ, റെസ്റ്റോറൻറ്റ്. റിനൂവ് ചെയ്യുന്നു, ഫ്രോയിൻഡിനെ മീറ്റ് ചെയ്യുന്നു, ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നു. ഇതൊക്കെ എന്തുവാണ്, ഫ്രൈസൈറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത് നമ്മൾ സ്വൈ ആ വരുമ്പോൾ ഇതൊരു ഹോറൻ ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ഹോർസ് ബുക്ക് ഏറ്റവും ഒന്ന് അടിക്കുമ്പോൾ അത് കിട്ടും. അപ്പോൾ അത് കേട്ടിട്ട് ഇത് എഴുതാനുള്ളതാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. ഹ്യോറൻ സി വെൽഷെ ഇൻഫർമേഷനൻ ബിക്കമൻ സി ഊബർ മാരി സോ വെൽഷൻ പുങ്ക്ടൻ സാക്ട് സി നിഷ്ടെസ് നോയ്റ്ററൻ സി സ്റ്റിക് പുങ്ക്ടെ ഉണ്ട് വെർഗ്ലീഷൻ സി സു സ്വൈറ്റ്. അപ്പം നമ്മൾ ഈ ഹ്യോറൻ കേട്ടിട്ട് അതിൽ ഈ 5 ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയണമെന്ന് കൂടി എഴുതണം. അപ്പം ഞാൻ എഴുതി വച്ചിരിക്കുന്നതാണ് ഇതിൽ ആൻസറായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫാമിലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ഇസ്റ്റ് ഗ്രോസ് ഇസ് ഹാബി ഐനെ ഷോസ്റ്റർ ട്രൈ ബ്രൂഡർ. ഫ്രൈസൈറ്റിനെ കുറിച്ച് ഇഷ്പീലെ ഗിറ്റാറെ ബുക്ക് സ്റ്റേബർ ബുക്ക് ലേസർ. സ്പ്രഗണിനെ കുറിച്ച് സ്പാനിഷ്, ഇംഗ്ലീഷ്, ഡോയിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഉണ്ട് സി വോഗ്ലൻ സി ദ്രൈ വോഗ്ലൻ സി ത്രൈ തേമൻ ഓർ സ്വൈ ആ ഗെഹൻ സി ഡുർക്ഡൻ കുർസ്റൂം ഉൺ സ്റ്റെല്ലൻ സി സിക് മെഹറൻ പേഴ്സോണൻ വോർ. അപ്പം നമ്മൾ ഈ ടോപ്പിക്ക് കണ്ടോ, സ്വൈ ആ, ഈ ടോപ്പിക്ക് നമ്മൾ ഉപയോഗിച്ച് ക്ലാസ് റൂമിൽ നമ്മൾ ഇതുപോലെ സംസാരിക്കണം. എക്സാമ്പിൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഷ് ഹൈസെ നഡാഷ ഇഷ് ബിൻ വെർ ഹൈറാറ്റേറ്റ് ഉണ്ട് ഹാബെ ഐനൻ സോൺ എർ ഹൈസ്റ്റ്. നമ്മൾ ഇതുപോലെ സംസാരിക്കണം. പിന്നെ അടുത്ത പേജ് എന്ന് പറയുമ്പോൾ ഉണ്ട് ഹാസ് ടു ഡു ഗെമാക്ട്. ഈ പാസ്റ്റിൽ എന്താ ചെയ്തതെന്ന് ഇതുണ്ടോ. വാട്ട് ആർ യു ഡൂയിങ് നൗ. ഉൺ വാസ് മാർക്സ് ടു ഡു എന്ന് പറയുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് നൗ. ഈ മാർക്ട് എന്നുള്ളതാണ് ഇവിടെ ഗെമാക്ട് എന്ന് വന്നിരിക്കുന്നത്. ഇത് പ്രസന്റ് പാസ്റ്റ് ടെൻസിലാണ് കേട്ടോ, പ്രെറ്റാരിറ്റുമിൽ വന്നിരിക്കുക. ഉൺ വാസ് ഹാസ് ടു ഡു ഗെമാക്ട്. വാട്ട് ഡിഡ് യു ഡു. ഡസ് ലെറ്റ്സറ്റെ യാർ അർബൈറ്റൻ സി സൂസ് വൈറ്റ് ഈഡെ ലീസ്റ്റ് ഐനൻ ടെക്സ്റ്റ് und വോൾട്ട് ഐനൻ ഊബർഷ്രിഫ്റ്റ് സ്വൈ ഊബർഷ്രിഫൻ പാസൻ നിഷ്ട്. ഇപ്പോൾ ഇതിൽ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ബേ സേ ഡേ ആ മൈനെ ഹോക്സൈറ്റ് ഇൻ സ്പാനിയൻ ലേബൻ und സ്റ്റുഡിയറൻ ഇൻ സുരീഷ് ബ്രൂഫും ഉർലബ് ഇൻ ഐൻ ഫെസ്റ്റ് ആലിൻ ഡർ സ്റ്റാഡിറ്റ്. ഇപ്പോൾ 4 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാര വായിച്ചിട്ട് ഇത് ഏതിലാണ് റിലേറ്റ് ചെയ്ത് വരണം എന്നുള്ളത് എഴുതണം. ആദ്യത്തെ പാര വായിക്കാം. യൂലിയ ഡസ് ലെറ്റ്സറ്റെ യാർ വോർ എക്ട് സ്പെന്നഡ് എഷ് ഇസ്റ്റ് ഫീൽ പാസിയറ്റ് ഇഷ് ഹാബെ മൈനെ ഓസ്ബുൾഡിംഗ് സുർ ഓഗ്നോപ്റ്റിക്കറിൻ ബീൻറ്റഡ് ഇം യൂണി ഹാബെ ഇഷ് മൈനെ പ്രൂഫുങ്കൻ ഹെഷ്റൈബൻ Ich habe sehr viel gelernt, das war natürlich stressig. Zum Glück habe ich gute Noten bekommen. Dann bin ich mit einer Freundin nach Spanien geflogen. Lilly hat Auto gemacht. Lilly hat früher dort gelebt und spricht perfekt Spanisch. Wir haben ein Auto gemietet und sie 3 Wochen lang durch das Land gefahren. Wir haben auch Lillys Freunde in Madrid besucht. Im August hat meine Schwester geheiratet und ich habe mit ihr zusammen das Fest organisiert. Das war viel Arbeit, aber die Hochzeit war wirklich romantisch. Viele Freunde und Verwandte sind gekommen und war haben zusammen gefeiert. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഇത് ഞാൻ പറയാം. ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മീനിങ്സ് പറയണമെങ്കിൽ ഡസ് ലാസ്റ്റ് യാർ വോർ എക്സ്പെൻ. ലാസ്റ്റ് ഇയർ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അത് പെട്ടെന്ന് കടന്നുപോയി. എനിക്ക് ടു ഫീൽ പാസിയറ്റ് കുറേ സംഭവിച്ചു എൻ്റെ ലൈഫിൽ. ഈ ഷാബെ മൈനെ ഹൗസ് ബിൽഡിംഗ് സൂർ ഓഗ്നോപ്റ്റിക്കറിൻ ബീൻഡാറ്റ് എൻ്റെ ഹൗസ് ബിൽഡിങ്
ഒപ്റ്റീഷ്യന് വേണ്ടിയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇം യൂണി ഹാബെ ഇഷ്മൈനെ പ്രൂഫുങ്ങൻ ഷൈബൻ. യൂണി എന്ന് പറയുമ്പോൾ ജൂണിൽ ഞാൻ എൻ്റെ എക്സാം പ്രൂഫുങ്ങൻ എന്ന് വെച്ചാൽ എക്സാം ഗെഷ്റൈബൺ. ഷ്രൈബൺ ആണ് ഇൻഫിനിറ്റീവ് ഫോം, റിയൽ ഫോം. ഗെഷ്റൈബൺ പാസ്റ്റിൽ എഴുതിയിരിക്കുവാണ്. ഗെഷ്റൈബൺ കംപ്ലീറ്റ് എഴുതിയായിരുന്നു. ഇഷാബെ സെയർഫീൽ ഗലൻറ്റ് നല്ലതായിട്ടാണ് എഴുതിയത്. ഡെഷ് വാർ നാച്ചുറലി ഭയങ്കര സ്ട്രെസ്സായിരുന്നു. സും എനിക്ക് എന്തായാലും നല്ല ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സും ഗ്ലൂക്ക് ഹാബെ ഐൻ ഗുഡ് ടൈം നോട്ടൻ ബിക്കോമൻ ഡെൻ ബിഷ് മിറ്റ് eine Freundin nach Spanien geflogen. പിന്നെയാണ് ആ സ്പാനിയൻ ഫ്രോണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗെഫ്ലോഗൺ എന്ന് പറയുമ്പോൾ ടു മൂവ്. ലില്ലിയാണ് അവളുടെ പേര്. ലില്ലി ഹാഡ് ഫ്രൂവർ ഡോർട്ട് ഗെലപ്റ്റ് ഉണ്ട് സ്പ്രെക്ട് പെർഫെക്റ്റ് സ്പാനിഷ്. അവൾ സ്പെയിനിലാണ്. ലില്ലി നന്നായിട്ട് സ്പാനിഷ് സംസാരിക്കും. വിർ ഹാബൻ ഐൻ ഓട്ടോ ഗെമറ്റേറ്റ് രണ്ടിനും ഒരു ഓട്ടോ എടുത്ത് സിൻഡി ത്രൈ വോഹൺ ലാംഗെ ഡുർക്ക് ഡസ് ലാങ് ഗെഫാറൻ നമ്മൾ ഒരു ട്രിപ്പിന് പോയായിരുന്നു. വിയർ ഹാബൻ ഓഫ് ലില്ലീസ് ഫ്രോയിൻ്റെ ഇൻ മാരിബിറ്റ് ബെസൂക്റ്റ്. ലില്ലിയുടെ ഫ്രണ്ടും മാരിറ്റിനെ വിസിറ്റ് ചെയ്യാൻ പോയി. ഓഗസ്റ്റിൽ എൻ്റെ സിസ്റ്ററിന് ഒരു മാരേജ് ഉണ്ടായിരുന്നു. ഈ ഷാബെ മീറ്റിയർ സുസാമൻ ഡെസ് ഫെസ്റ്റ് ഓർഗനൈസർ നമ്മൾ കൂടിയാണ് അത് ആ ഫെസ്റ്റ് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തിരുന്നേ. അതിന് നിറയെ ഉറക്കമുണ്ടായിരുന്നു. ഡിസ് വർ ഫീൽ ആർബൈറ്റ് ആബർദി ഹോക്സൈറ്റ് വെഡ്ഡിങ്. ഹോക്സൈറ്റ് എന്ന് പറയുമ്പോൾ വെഡ്ഡിങ് ആണ്. വാർ വിർക്ലിഷ് റൊമാൻറ്റിക്, അത് ഭയങ്കര റൊമാൻറ്റിക് ഒരു മാരേജ് ആയിരുന്നു. ഫീലെ ഫ്രോയിൻ്റെ കുറേ ഫ്രണ്ട്സും ഫെർവാൻ്റെ റിലേഷൻസും സിൻഡ് കെഹോമൻ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീർ ഹാപ്പൻ സുസാമൻ നമ്മൾ ഒന്നിച്ച് ഗെഫ്രൈറ്റഡ് അതിനെ സെലിബ്രേറ്റ് ചെയ്തു. ഇതാണ് ഇതിൽ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന പോയിന്റ് ഏതാ ഇതിൽ? ഇത് ഉണ്ടോ? ഹോക്സൈറ്റ്. ഇതും അടുത്തതാണ് യോനാസ് ഇഷ്ബിൻ ലെറ്റ്സെറ്റ്സ് യാർ ഗെസോൺ. ലാസ്റ്റ് ഇയർ ആണ് ഞാൻ മൂവ് ചെയ്തത്. വോണേറ്റ്സിൻ്റെ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയർ മൂവ് ചെയ്ത് ഇപ്പം ഞാൻ ജുഡീഷ്യൽ വന്നിട്ട് 1 year ആയി. ഇവിടെ ഞാൻ ഒരു ബിയോളജി സ്റ്റുഡൻ്റ് ആണ്. ഇസ് ഹെർബ്സ്റ്റ് ഹാബെ ഇൻ മൈനർ സ്റ്റുഡിയം അൻഫാങ്ങൺ. ഹെർബ്സ്റ്റ് സീസണിലാണ് എൻ്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. അൻഫാൻ ഗെഫാങ്ങൺ സുറസ്റ്റ് ഹാബേഷ് കൈനെ വോണും ഗെഫാങ്ങൺ. ഇപ്പോൾ വരയ്ക്കും ഞാൻ ഒരു വോണുങ് എനിക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിട്ടില്ല. ആബറിഷ് ഹാബെ ഇമ്മർ വെയിറ്റർ ഗെസുപ്റ്റിനെ കണ്ടിന്യൂ ആയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഉണ്ടറ്റ്സ് ഹാബെ ഇഷ് ഐൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ സെൻട്രം ഡസ് ഹാഡ് മിയർ ഗ്ലീഷ് ഗെഫാലൻ മൈനെ ഫ്രോയിൻഡിൻ ഇഷ്ഡൻ ഓഗ് നാഗ് ജുറിഷ് ബിഗ് ഗെഹോമൻ. ദി സ്റ്റുഡിയറ്റ് മാത്തമെറ്റിക് വോഹർ ഗെറ്റ്സ് ഇൻ Ben gewohnt, aber its Leben wir zusammen. For zwei Leute ist die Wohnung etwas klein, aber es geht, wir sind sehr aktiv und haben schon viele Leute kennengelernt. Das ist toll und ich habe jetzt ein neues Hobby. Ich spiele Tennis, ich habe an einem Kurs teilgenommen. Es macht wirklich Spaß, vielleicht melde ich mich bald in einem Verein an. എന്ന് വെച്ചാൽ ഞാൻ ഈ ലാസ്റ്റ് ഇയറാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ താമസിക്കുവാണ്. മാത്തമെറ്റിക്കിൻ്റെ സ്റ്റുഡൻ്റാണ് അവൻ. നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നു ഒരു ഫ്ലാറ്റിൽ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്കുള്ള ന്യൂ ഹോബീസ് എന്ന് പറയുമ്പോൾ ടെന്നീസ് കളിക്കുന്നതും പിന്നെ എന്തുവാണ് പുതിയ കോഴ്സിൽ ടെയിൽ കെനോമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തുവാ ലീബൻ ഉണ്ട്, സ്റ്റുഡിയർ സുറീഷ്. ഇപ്പം രണ്ടാമത്തെ പാരയാണ് അലൈൻ ഇൻഡൻ സ്റ്റാഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും മുൻപ് ഞാൻ വൊക്കാബ് പറയാം, അല്ലെങ്കിൽ ലാസ്റ്റ് പറയാം. ബേ എന്ന് പറയും വാസ് ഹാബൻ യൂലിയ und Jonas letzte Jahr gemacht Licensi noch einmal. ഇയറും ടെക്സ്റ്റ് ഉണ്ട്. നോയിറ്ററൻസി വിസ്റ്റിഗ് ഇൻഫർമേഷൻ. വിസ്റ്റിഗ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ബെറിക്ടൻ സീഡൻ ഇയറും പാർട്ട്ണറുണ്ട്. പാർട്ട്ണറിൻ. അപ്പോൾ ഇതിൽ ഇവർ പാസ്റ്റായിട്ട് ചെയ്ത കാര്യമില്ലേ. ലാസ്റ്റ് ഇയർ ഞാൻ ഇങ്ങനെ ഒരു ഓണങ്ങ് തപ്പി നടന്നു, പിന്നെ ഞാൻ എൻ്റെ പ്രൂഫും കംപ്ലീറ്റ് ചെയ്തു, ഞാനിവിടെ
ലാസ്റ്റ് ഇയർ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ഇയർ നമ്മളെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് എഴുതണം ഈ സെൻറ്റൻസ് യൂസ് ചെയ്ത്. അടുത്തെന്ന് പറയുമ്പോൾ ഇത് ഒരു ഗെനിറ്റീവ് ഫോമാണ്. നമ്മൾ A1-ൽ നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ് വരെ പഠിച്ചിട്ടുണ്ട്. ഗെനിറ്റീവ് നമ്മൾ A2-ൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ A1-ൽ എഴുതും ദി ഷ്വസ്റ്റർ വോൺ യൂലിയ എന്ന് എഴുതും. പക്ഷേ ഗെനിറ്റീവ് ഫോം വരുമ്പോൾ യൂലിയ ഷ്വസ്റ്റർ എന്ന് ഷോർട്ട് ചെയ്ത് എഴുതിയാൽ മതി. ദി ഫ്രോയിൻറ്റിൻ വോൺ യോണാസ്. അപ്പോൾ ഇത് ഗെനിറ്റീവ് ഫോമിൽ വരുമ്പോൾ യോണാസ് ഫ്രോയിൻറ്റിൻ എന്ന് വരും. ഓഫ് നോക്ക് അത് ആഫ്റ്റർ ദറ്റ് ഇപ്പോൾ ബി വരുക യോണാസ്, യൂലിയാസ് എന്നൊക്കെ വരുമ്പോൾ ഒരു കോമ എസ് കാണുന്നുണ്ട്, ഒരു അപ്പോസ്ട്രോഫി എസ് അവിടെ ഇടണം. ഓക്കെ, ഇതാണ്ടോ വെർ ആറ്റ് ദി ഗമാക്ടർ ഹാൻസൻസീസ് വൈറ്റ്. അപ്പോൾ ഇതിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പാര റിലേറ്റഡ് ആയിട്ട് ആരാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് എഴുതണം. കണ്ടോ, ഹാഡ് സൈൻ സ്റ്റുഡിയം ബിഹോണൻ. സ്റ്റുഡിയത്തിന് വേണ്ടി, പഠിപ്പിന് വേണ്ടി മൂവ് ചെയ്ത് വന്നത് ആരാണ്? യോണാസ് ആണ്. സിറ്റിയിലേക്ക് വന്ന് 1 year ആയെന്ന് പറഞ്ഞു. അടുത്ത് ഇൻ ഡുർഗ് സ്പാനിയൻ ഗെരീഷ്ട്. അപ്പോൾ സ്പാനിയനിലേക്ക് പോയതാര്? ഫ്രണ്ടിനെ കാണാൻ യൂലിയ. ഹാറ്റ് ഐനി വോണുങ് ഗെസുക്ട്. വോണുങ് തപ്പി നടന്നതാരാണ്? അപ്പാർട്ട്മെൻറ്റ് യോണാസ്. ഹാറ്റ് ഐൻ സ്പാനിയൻ ഗിഫോർട്ട്. സ്പാനിയനെ കാണാൻ പോയത് യൂലിയ. ഹാറ്റ് ഇയറെ ഓസ്ബുൾഡിങ് അബ്ഗെഷ്ലോസൻ. ഓസ്ബുൾഡിങ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞത് യൂലിയ. ഇൻ ബോൺ ബെൻ നാഗ് ജുറീഷ് ഗെസോവൺ. ജുറീഷിലേക്ക് മൂവ് ചെയ്തത് യോണാസ് ആണ്. പിന്നെ ഹാറ്റിം സൊമ്മർ ഗി ഹൈറാട്ടൈറ്റ്. യൂലിയ. സൊമ്മറിൽ എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ഹോബീസ്, പുതിയ ഹോബീസ് കണ്ടെത്തിയത് യോണാസ് ആണ്. പറഞ്ഞല്ലോ എനിക്കിപ്പോൾ പുതിയ ഫിലിമൊക്കെ കാണാൻ ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. ഫിയർ ആ. Lesen Sie die Texte in 3a und die Sätze in 3c und markern Sie alle Verben in perfect machen Sie dann eintable. ഇതിലെന്ന് പറയുമ്പോൾ 3a-3cയിലുള്ള വേർഡ്സ് വായിച്ചും അതിലുള്ള ട്രൺബാറെ വെർബ് എന്തൊക്കെയാണെന്ന് എഴുതണം കേട്ടോ. റീഗൽ മ്യൂസിക് വെർബണും ഉൺറീഗൽ മ്യൂസിക് വെർബണും സെപ്പറേറ്റ് ചെയ്താണ് എഴുതേണ്ടത്. റെഗുലർ വെർബും അൺറെഗുലർ വെർബ്. റീഗൽ മ്യൂസിക് വെർബൺ എന്ന് പറയുമ്പോൾ റെഗുലർ വെർബാണ്. ഉൺറീഗൽ മ്യൂസിക് വെർബൺ എന്ന് പറയുമ്പോൾ ഇറഗുലർ വെർബാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാച്ച് ചെയ്ത് എഴുതണം. ഓണെ പ്രിഫിക്സ് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് പാസിയറൻ.